നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈതഗോറസ് തിയറാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയറിന് കമ്പൈനിങ് 2 സ്ക്വയേഴ്സ് യൂസിങ് പേപ്പർ. അതിന് വേണ്ടി 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യും. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് പൈതഗോറസ് തിയറാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്ക്വയർ പേപ്പറാണ് എടുത്തേക്കുന്നത്. കമ്പൈനിങ് 2 സ്ക്വയേഴ്സ് യൂസിങ് പേപ്പർ. ഇനി ഇതിനെ നമ്മൾ സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യും. ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരെണ്ണം 8 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറും പിന്നെ എടുക്കുന്നത് 11 സെൻറ്റിമീറ്ററിൻ്റെ വേറൊരു സ്ക്വയറും. ഇത് 8 സെൻറ്റിമീറ്ററിൻ്റെ, ഇത് 11 സെൻറ്റിമീറ്ററിൻ്റെ 2 സ്ക്വയർ. ഇനി ടെസ്റ്റിൽ പറഞ്ഞേക്കണ മാതിരി ഇത് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് വയ്ക്കാം. ചെറിയ സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എ, വലിയ സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി. സൈഡ് ലെങ്ത്ത് എയും ബിയും ആണ് എടുത്തേക്കണത്. ഇനി നമുക്ക് 2 ഡയഗണലാണ് വരയ്ക്കണത്. ഡയഗണലിൻ്റെ ഇവിടെ മുതൽ ഈ പോർഷൻ വരെ ഉള്ളതും അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഡയഗണലിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഹാഫിൽ വെച്ചാണ് എടുക്കുന്നത്. ടോട്ടൽ എൻ്റെ വരുന്നത് 19 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 9.5 വെച്ച് ഞാൻ ഡയഗണൽ വരച്ച് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഡയഗണലിൻ്റെ ലെങ്ത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഡയഗണലിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കണം. അപ്പോൾ ആ കറക്റ്റ് ലെങ്ത്ത് നോക്കി ജോയിൻ ചെയ്യുക. ഇവിടെ ഞാൻ ഡയഗണൽ ജോയിൻ ചെയ്തു. ഡയഗണലിൻ്റെ ലെങ്ത്ത് 13.5 ആണ് എനിക്ക് രണ്ടിടത്തും കിട്ടിയത്. ഇനി ഇവിടെ ഇതിനെ 3 പീസസ് ആയിട്ട് കിട്ടിയത് കട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ്. ഇതിൽ ഡയഗണലിൻ്റെ ലെങ്ത്ത് സി ആയിട്ട് എടുക്കുന്നു. ഇവിടെ ബാക്കി വരുന്ന പോർഷൻ, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് B-A ആണ്. ഈ പോർഷൻ എന്ന് പറയണതാണ് നമ്മൾ സി. 2 ഡയഗണലിൻ്റെ ലെങ്ത്തും സെയിം ആണ്, അത് സി ആയിട്ട് എടുത്തു. ഇനി ഈ പീസിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്വയറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്കിവിടെ B-A കട്ട് ചെയ്തത്. ഇനി ഈ പോർഷൻ കട്ട് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് നോക്കിക്കേ. നമുക്കൊരു സ്ക്വയർ ഫോം കിട്ടിയില്ലേ നോക്കിക്കേ. ഇതിൻ്റെ ഡയഗണലെല്ലാം കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു പോർഷനായിട്ട് നമുക്ക് കിട്ടി. ഇത് പശ വെച്ച് നമ്മൾ ഒട്ടിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി നമ്മൾ ഈ സ്ക്വയറിന് ഒറിജിനൽ ഫോമിൽ വെച്ചിട്ട് ഈ ചെറിയ സ്ക്വയറിൻ്റെ താഴെ വേണം ഈ ലാർജർ സ്ക്വയർ വെക്കാനായിട്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡയഗണൽ എത്രയാണ് ലെങ്ത്ത് എന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. ഇത് കൗണ്ട് ചെയ്യുമ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത്ത് 13 സെൻറ്റിമീറ്റർ ആണ് കിട്ടും. ഇനി ഈ 13 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ ഡയഗണൽ യോജിപ്പിച്ചുകൊണ്ട് ട്രയാങ്കിൾ വയ്ക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇനി ഇതിലെ ഈ സെയിം മെഷേഴ്സ് ഇതിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ ഇത് കറക്റ്റ് ലെങ്ത് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. ഇത് ഡയഗണൽ ഈ സി ലെങ്ത്ത് തന്നെയായിരിക്കും ഇവിടുത്തെ സിയും ഇവിടുത്തെ സിയുടെയും കൂടി ആഡ് ചെയ്യുന്ന ലെങ്ത് ആയിരിക്കും ഇവിടെ വരുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇതിൻ്റെ സൈഡ് ലെങ്ത്ത് എന്ന് പറയുന്നത് എ, ഇതിൻ്റെ സൈഡ് ലെങ്ത്ത് എന്ന് പറയുന്നത് ബി, ഇതിൻ്റെ സൈഡ് ലെങ്ത്ത് സി ആണ് വന്നത്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു സി സ്ക്വയർ ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫിഗേഴ്സും വെച്ച് നോക്കുമ്പോൾ ഈ ഡയഗണൽസ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഏരിയ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മുകളിലായിട്ട് ഇവിടെ കിട്ടും. ആദ്യത്തെ ഫിഗർ മുകളിൽ വെച്ചു. അടുത്തത് സി ലെങ്ത് വരുന്നത് വെച്ചു. മൂന്നാമത്തെ ഇതിവിടെ വെച്ചു.
നമുക്ക് വെക്കാനുള്ളത് b മൈനസ് എ ആണ്. ലാസ്റ്റത്തെയും കൂടി നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മുകളിലേക്ക് വെച്ചപ്പോൾ എന്തായിട്ട് കിട്ടി? കറക്റ്റ് പീസായിട്ട് കിട്ടി. അപ്പോൾ this shows that if a right triangle has a shorter side of length a and b and hypotenuse of length c, then the area of the two similar squares add up to the area of the larger square c. ഈ ചെറിയ സ്ക്വയേഴ്സിൻ്റെ ഏരിയ, ഇതിൻ്റെ സ്ക്വയർ എ സ്ക്വയർ, ഇതിൻ്റെ ഏരിയ ബി സ്ക്വയർ, ഈ രണ്ട് സ്ക്വയറും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാർജർ സ്ക്വയറിൻ്റെ ഏരിയ ആയ സി സ്ക്വയർ കിട്ടും. ഇത് എ സ്ക്വയർ, ഇതിൻ്റെ സൈഡ് എ ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ വരും. ഇതിൻ്റെ സൈഡ് ബി ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി സ്ക്വയർ വരും. പിന്നെ ഇവിടുത്തെ സൈഡ് സി ആയിട്ടാണ്, ടോട്ടൽ ലെങ്ത്ത് സി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി സ്ക്വയർ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയറും അതുപോലെ തന്നെ മറ്റേ സ്ക്വയറിൻ്റെയും കൂടി രണ്ടിൻ്റെയും കൂടി ഏരിയ ചെല്ലുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണത്? പുതിയ ഒരു സ്ക്വയർ കിട്ടണത്. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. നമ്മളത് സോൾവ് ചെയ്തു.